വിശദമായ വാർത്തയിലേക്ക്. വെള്ളാപ്പള്ളി നടേശനെ തള്ളി CPIMന്റെ സ്വയം വിമർശനം. വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാത്തത് തെറ്റായെന്ന് CPIM സെക്രട്ടേറിയറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്തി. തിരുത്താൻ തയ്യാറാകാത്ത നേതാക്കളെ പാർട്ടി ഇടപെട്ട് തിരുത്തിക്കണം എന്നും സംസ്ഥാന സമിതിക്ക് കൈമാറിയ റിപ്പോർട്ടിലുണ്ട്. അർജുൻ രാജ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അർജുൻ, അന്ന് ഈ വിവാദകാലത്ത് എല്ലാവരും പറഞ്ഞ കാര്യം ഇപ്പോൾ പാർട്ടി തിരിച്ചറിയുകയാണ്. രുചീഷ്, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശനെ പൂർണ്ണമായും തള്ളിപ്പറയാൻ ആ തെരഞ്ഞെടുപ്പ് കാലത്തോ അതിനു മുൻപോ CPIM തയ്യാറായിരുന്നില്ല. അങ്ങേയറ്റത്തെ വിദ്വേഷ പരാമർശങ്ങൾ തുടർച്ചയായി പറയുന്ന സമീപനമായിരുന്നു വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. മലപ്പുറത്തെക്കുറിച്ചൊക്കെ വിദ്വേഷ പരാമർശങ്ങൾ തുടർച്ചയായി പറഞ്ഞു. പക്ഷേ CPIM നേതാക്കളോ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനോ പൂർണ്ണമായും തള്ളിപ്പറയുന്ന നില സ്വീകരിച്ചില്ല. അത്തരം പരാമർശങ്ങളോട് യോജിപ്പില്ല എന്ന് പറഞ്ഞ് ആണ് ആ നേതാക്കളൊക്കെ അന്ന് തടി തപ്പിയിരുന്നത്. പിന്നീട് അയ്യപ്പ സംഗമത്തിന് വന്ന വെള്ളാപ്പള്ളി നടേശനെ സ്വന്തം കാറിൽ കയറ്റി മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് കൊണ്ടുപോകുന്നതടക്കം കണ്ടു. ഇതൊക്കെ തെറ്റായി പോയെന്ന വിലയിരുത്തലിലേക്ക് ഒടുവിൽ CPIM എത്തുകയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാതിരുന്നത് തെറ്റായി പോയി എന്നുള്ള വിമർശനം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ സംരക്ഷിക്കുന്നൊരു നില CPIMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് പാർട്ടി തന്നെ പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതിനോടൊപ്പം തന്നെയാണ് അയ്യപ്പ സംഗമത്തിന്റെ വേദിയിൽ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് അയ്യപ്പ സംഗമത്തിന്റെ തന്നെ ശോഭ കെടുത്തി എന്നുള്ള വിമർശനവുമുണ്ട്. അന്ന് വലിയ രീതിയിൽ ചർച്ചയായതാണ്. യോഗി ആദിത്യനാഥ് പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിലും അദ്ദേഹത്തെ ക്ഷണിച്ചതും പിന്നീട് ആ യോഗത്തിൽ അതുമായി ബന്ധപ്പെട്ട യോഗി ആദിത്യനാഥിന്റെ ആശംസ വായിക്കുകയും ഒക്കെ ചെയ്തത് അന്ന് വലിയ വിവാദങ്ങളുണ്ടായി. അത് ആ അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്തി എന്നുള്ള വിമർശനം സെക്രട്ടേറിയറ്റിൽ ഉണ്ട്. അങ്ങനെ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. വലിയ രൂക്ഷമായിട്ടുള്ള പ്രസ്താവനകളൊക്കെ നിരന്തരം നടത്തുന്ന ഘട്ടത്തിൽ UDF അദ്ദേഹത്തെ പൂർണ്ണമായും തള്ളിപ്പറയുന്ന നില സ്വീകരിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശനടക്കം. അതേ സമയത്ത് ഒരു തരത്തിൽ സംരക്ഷിക്കുന്ന നില CPIM നേതാക്കൾക്കും അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും ഉണ്ടായിരുന്നു. അത് തെറ്റായിപ്പോയി എന്ന് ഒടുവിൽ തിരിച്ചറിയുകയാണ് CPIM. അർജുൻ, അതായത് താഴെത്തട്ടിൽ ഇതേ വിമർശനങ്ങൾ പല സമയങ്ങളിൽ നമ്മൾ വാർത്തകളായി കൊടുത്തിട്ടുണ്ട്. അത് ജില്ലാ കമ്മിറ്റിയിലായാലും ഏരിയ കമ്മിറ്റികളിലായാലും ഈ സമാനമായ വിമർശനങ്ങൾ എല്ലാ ജില്ലകളിൽ നിന്നും ഈ തരത്തിൽ വന്നിരുന്നു. അത് സംസ്ഥാന സമിതിയിലേക്കും പോവുകയാണ്. രുചിച്ച് അങ്ങനെ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായിട്ട് കീഴ്ഘടകങ്ങളിൽ വിമർശനമായി ഉയർന്നത് വെള്ളാപ്പള്ളി വിഷയം തന്നെയാണ്. അത് എല്ലാ കമ്മിറ്റികളിലും എന്ന നിലയ്ക്ക് തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നു. വെള്ളാപ്പള്ളി നടേശനെ സംരക്ഷിക്കുന്ന നില CPIM നേതാക്കളൊക്കെ സ്വീകരിച്ചു. ഇത് ന്യൂനപക്ഷ വോട്ടുകളൊക്കെ ഒരുപാട് പാർട്ടിയിൽ നിന്ന് അകലാൻ കാരണമായിട്ടുണ്ട് എന്ന വിമർശനം കീഴ്ഘടകങ്ങളിൽ നിന്ന് വന്നിരുന്നു. ഈ വിവാദമുണ്ടായ ഘട്ടത്തിൽ ഉൾപ്പെടെ CPI കടുത്ത നിലപാട് സ്വീകരിക്കുകയും ചെയ്തതാണ്. വെള്ളാപ്പള്ളി നടേശനെ പൂർണ്ണമായും തള്ളിപ്പറയുന്ന നില സ്വീകരിച്ചു. പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് പോലും വെള്ളാപ്പള്ളി നടേശനെ പൂർണ്ണമായും തള്ളിപ്പറയാൻ CPIM തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പരാമർശങ്ങളെ തള്ളിപ്പറയുന്ന ഘട്ടത്തിൽ കൂടിയും വെള്ളാപ്പള്ളിയെ പരിപാടിക്കകത്ത് പോലും പങ്കെടുപ്പിക്കുന്ന നിലയിലേക്ക് CPIM മാറുകയും ചെയ്തിരുന്നു. അത് വലിയ തെറ്റായിരുന്നു എന്നുള്ളത് കീഴ്ഘടകങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വിമർശനങ്ങളിൽ ഒന്നായിരുന്നു. അത് രുചിച്ചു പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ പാർട്ടി നേതൃത്വം CPIM സംസ്ഥാന കമ്മിറ്റി തന്നെ തിരിച്ചറിയുന്ന നിലയിലേക്ക് വന്നിരുന്നു. അങ്ങനെ സംരക്ഷിച്ച് നിർത്തിയത് തെരഞ്ഞെടുപ്പിൽ തന്നെ തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലിലേക്ക് ഏറ്റവും ഒടുവിൽ CPIMന്റെ സംസ്ഥാന കമ്മിറ്റി എത്തിയിരിക്കുകയാണ്.